ഹലോ ഗൈസ്, ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾ ഇനി ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതൊക്കെ എനിക്കറിയാം. അതാ നോക്കിക്കോളൂ. എന്താണ് ചിത്രത്തിൽ? സാൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം തന്നിട്ടുണ്ട്. പിന്നെ ഫ്രഷ് വാട്ടർ, ശുദ്ധമായ വെള്ളവും തന്നിട്ടുണ്ട്. രണ്ടിലും നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള കോഴിമുട്ട തന്നിട്ടുണ്ട്. അപ്പൊ സാൾട്ട് വാട്ടറിൽ മാത്രം എന്താണ് ആ കോഴിമുട്ട പൊങ്ങിക്കിടക്കാൻ കാരണം? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡെൻസിറ്റി, സാന്ദ്രത കൂടുതലാണ്. എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി, സാന്ദ്രത കൂടുന്നു. ഇനി നിങ്ങൾ എന്തുകൂടി പറയണം? ഡെൻസിറ്റി കൂടുമ്പോൾ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ആ ഒരു ഫലത്തിന് നമ്മൾ എന്താ പറയുക? പ്ലവക്ഷബലം, ബൊയൻ ഫോഴ്സ് അല്ലെ, ബൊയൻസി ഫോഴ്സ് എന്നൊക്കെ പറയും അല്ലെ. അപ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ ബൊയൻ ഫോഴ്സ് വളരെ കൂടുതലാണ്. എന്താണ്? സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ബൊയൻ ഫോഴ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോഴിമുട്ട മുകളിലേക്ക് പൊങ്ങി കിടക്കുന്നത്. ഇനി ആ രീതിയിലും ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ ഇതൊന്നും നോക്കൂ, ഒരു ബോട്ടോ അല്ലെങ്കിൽ കപ്പലോ വെള്ളത്തിൽ പൊങ്ങി കിടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അപ്പൊ നമുക്കറിയാം ഇവിടെ ഡെൻസിറ്റി മാത്രം പറഞ്ഞാൽ മതിയോ? അല്ല, പകരം എന്ത് ചെയ്യണം? ഇവിടെ ബൊയൻ ഫോഴ്സ്, പ്ലവക്ഷബലം വളരെ കൂടുതലാണ് അല്ലെ, ബൊയൻ ഫോഴ്സ് കൂടുതലാണ് നമുക്കറിയാം. അപ്പൊ ഈ ഒരു ബോട്ട് അല്ലെങ്കിൽ ഈ ഒരു കപ്പൽ വെള്ളത്തിൽ താഴുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നു. അതിനെ നമ്മൾ ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും അല്ലെ. എന്താ പറയാ? ആദേശം ചെയ്യപ്പെട്ട വെള്ളം അല്ലെ. അപ്പൊ ഇവിടെ ബൊയൻ ഫോഴ്സ് എത്രയാണോ, അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം, ഈ ബോട്ടിന്റെ വെയിറ്റ് എത്രയാണോ, ഭാരം എത്രയാണോ, അത്രയും വെള്ളം അതെന്ത് ചെയ്യുന്നു? ആദേശം ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്ന് ഓർത്തേക്കുക. അപ്പൊ ആദേശം ചെയ്യാൻ, ഡിസ്പ്ലേസ് ചെയ്യാൻ കവിഞ്ഞൊഴുകി പുറത്തേക്ക് പോവില്ല. ആ വെള്ളത്തിന്റെ നിരപ്പിൽ എന്ത് ചെയ്യുന്നു? മാറ്റം വരുന്നു ഓർത്തേക്കുക. അപ്പൊ ഇതൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവന തത്വവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചതാണ് എന്താണ്? ഈ ചിത്രത്തിന് പറയുന്ന പേര് ഹൈഡ്രോമീറ്റർ. പക്ഷെ ഇതിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. എന്താ പറയുക? ലാക്ടോമീറ്റർ. അപ്പൊ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി ഓഫ് മിൽക്ക്, പാലിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ ഇതൊന്നും ഇനി ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് അടിപൊളിയാക്കണം.